Hello, welcome back to my YouTube channel, guys. So if you're watching this video for the first time, please do subscribe and support. So today I'm going to show you a day in my life. അപ്പോൾ ഇതൊരു സൺഡേ ആണ്. സൺഡേ നമ്മൾ രാവിലെ ഇത്തിരി താമസിച്ചാണ് എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ തന്നെയുള്ള മടിവാള എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. മടിവാളയിൽ ഏറ്റവും കൂടുതലുള്ളത് ചായക്കടകളാണ്, മലയാളി ചായക്കടകൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ മോസ്റ്റ്ലി വീക്കെൻഡ്സിൽ രാവിലെ എഴുന്നേറ്റ നമ്മൾ ആദ്യം ചെയ്യുക ചായ കുടിക്കാൻ പോകുക എന്നുള്ളതാണ്. ചുമ്മാ അതൊരു രസമാണ് ഇവിടെ. അങ്ങനെ നേരെ മടിവാള കഫേയിലേക്ക് പോയി. അതാകുമ്പോൾ ഇരുന്ന് സമാധാനത്തോടെ ചായ കുടിക്കാമല്ലോ. ഞാൻ ഹെൽത്തി ആയിട്ട് ആദ്യം തന്നെ ഒരു പുഴുങ്ങിയ പഴം കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ചായയും അൺഹെൽത്തി ആയിട്ട് ഒരു സമൂസയും കഴിച്ചു. അതെന്താണെന്ന് നമ്മൾ എത്ര ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച് കഫേയിൽ പോയാലും അവിടെ ചെന്ന് ഇങ്ങനെ സ്നാക്സ് നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത് കാണുന്നത് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ അറിയാതെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചു പോകും. അങ്ങനെ അതൊക്കെ കഴിച്ചു ഇറങ്ങിയപ്പോഴത്തേക്കും വിശപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട്, വയറ് നിറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ മലബാറിലേക്ക് വന്നു. ഇവിടെ ആകുമ്പോൾ നാടൻ ഊണ് കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അത്ര പോലൊന്നും വരില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അങ്ങനെ നമ്മൾ രണ്ടാളും ഊണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ചോറ്, അവിയൽ, പയറ് തോരൻ, ചമ്മന്തി, മീൻകറി, സാമ്പാർ, പപ്പടം, പിന്നെ ചാള ഫ്രൈ, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെതർ ഇങ്ങനെ പതുക്കെ ചേഞ്ചായി തുടങ്ങി. അപ്പോൾ നമുക്ക് ടെറസിൽ പോയി കുറച്ച് നേരം ആസ്വദിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മേലേക്ക് ചെന്നപ്പോഴത്തേക്കും മഴ പെയ്ത് തുടങ്ങി. എന്നാലും നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് മഴ കൂടിയപ്പോഴത്തേക്കും പിന്നെ താഴെ നമ്മൾ റൂമിലേക്ക് വന്നു. പിന്നെ ബാൽക്കണിയിലൂടെ നമുക്ക് മഴ എൻജോയ് ചെയ്യാമല്ലോ. സോ മഴയൊക്കെ കഴിഞ്ഞൊന്ന് വൈകിട്ടായപ്പോഴത്തേക്കും അഗെയിൻ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താണിത് എപ്പോൾ നോക്കിയാലും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ് ചായ കുടി എന്ന് പറഞ്ഞാൽ. ആര് വന്നാലും ചായ കുടിക്കാൻ പോകും. രാവിലെയെന്നില്ല, വൈകിട്ടെന്നില്ല, രാത്രിയെന്നില്ല. അപ്പോൾ രാത്രിയൊക്കെ എഴുന്നേറ്റ് എല്ലാവരും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും ഒരു ചായ കുടിക്കാൻ പോയാലോ, അതായിരിക്കും ഇവിടുത്തെ മേജറായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് ടൈം പാസിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം അതാണ്. പിന്നെ എന്തോ ഇവിടുത്തെ ചായകൾക്കൊരു പ്രത്യേകതരം ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്, അറിയില്ല. ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെയൊക്കെ ചുമ്മാ വായി നോക്കി നിൽക്കൽ നമ്മുടെ ഒരു പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ്. സോ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴത്തേക്കും നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ണൂർ കോക്ടെയിൽ കുടിക്കാനായിട്ട് ഇറങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വേറെ ആരും ട്രൈ ചെയ്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ അടുത്താണ് ഇവിടെ കണ്ണൂർ കോക്ടെയിൽ സ്റ്റാർട്ട് ചെയ്തത്. നല്ല തിരക്കുണ്ടാവും എപ്പോൾ നോക്കിയാലും. ഞാൻ ഇതുവരെ വിചാരിച്ചത് ഇത് മാംഗോ ആണെന്നാണ്, പക്ഷേ ഇന്നാണ് അറിഞ്ഞത് ഇത് പപ്പായ ആണെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നിറയെ നട്ട്സ്, റീസൻസ്, പോംഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഫില്ലിംഗ് ആണ്. കൊള്ളാം, അടിപൊളിയായിട്ട്. സോ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിൽ ഒരാൾക്ക് ഒന്ന് ഡ്യൂട്ടി ഉണ്ട് വൈകിട്ടത്തേക്ക്. അപ്പോൾ അവളെ കൊണ്ടുവിടാനായിട്ട് അവർ പോയി. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് റൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിലേക്ക് പോകുന്നു. അവരെ സെൻഡ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി.
അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു. ഒന്നും വാങ്ങാനൊന്നുമല്ല, ചുമ്മാ സമയം കളയാനായിട്ട്. അപ്പോഴത്തേക്ക് അവർ വിളിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരാൾക്ക് ഉടുപ്പിയിലേക്ക് പോകണമായിരുന്നു. അയാളെ ആദ്യം ബസ് കയറ്റി വിട്ടിട്ട് ബാക്കിയുള്ളവർ കോഴിക്കോടേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മലബാർ മഖാനിലേക്ക് വന്നു. ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവിടെ നല്ല ഷവായി കിട്ടുമെന്ന്. അങ്ങനെ നമ്മളത് ഓർഡർ ചെയ്തു. 3 പേരും ക്വാർട്ടർ വെച്ചിട്ട്. ഞാൻ ഷവായിയും കുബൂസാണ് ഓർഡർ ചെയ്തത്. അവർ റുമാലി റൊട്ടി ഒരാൾ ഓർഡർ ചെയ്തു, ഒരാൾ കുബൂസാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസാല ഷവായി കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചു. പിന്നെ ഒരു ക്വാർട്ടറും കൂടി ഓർഡർ ചെയ്തു. അങ്ങനെ വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. സോ വി കോൾ ഇറ്റ് എ ഡേ. അതോടുകൂടി നമ്മൾ ഉറങ്ങാനായിട്ട് പോയി. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.